കേരള കോൺഗ്രസ് തട്ടകത്തിൽ PJ-ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ലെങ്കിൽ PJ-യോടത്ര സ്നേഹമൊന്നും പിണറായിക്കില്ല. LDF-ലായിരുന്നപ്പോൾ പോലും PJ-ക്ക് പിണറായിയോടത്ര മമതയൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ടം വിജിലൻസ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ PJ ജോസഫ് MLA-ക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്നിലധികം മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒരു മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതും മറ്റൊരാൾ അധ്യക്ഷത വഹിക്കുന്നതും പതിവാണ്. ഇക്കാര്യം LDF സർക്കാർ കൊണ്ടുവന്നതല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തന്നെ അധ്യക്ഷനാക്കാത്തതിൽ പരിഭവിച്ചാണ് സ്ഥലം MLA കൂടിയായ PJ ജോസഫ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. പിണറായിക്കൊപ്പം വേദി പങ്കിടാനും മടി. PJ ജോസഫ് ഇപ്പോൾ മന്ത്രിയല്ല, MLA ആണ്. കേരളത്തിൽ ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. ഭരണം മാറിയത് ജോസഫ് അറിഞ്ഞില്ലേ? MLA-യുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഇക്കാര്യം പറയണം. ജോസഫിനിത് എന്തുപറ്റി? ദീർഘകാലം MLA-യും മന്ത്രിയുമായി പ്രവർത്തിച്ച ജോസഫ് ഇത്തരം കാര്യങ്ങളിൽ അജ്ഞത നടിക്കുകയാണ്. ഒന്നിലേറെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒരു മന്ത്രി അധ്യക്ഷനാകും. ഇതാണ് പതിവ്. നാടിന്റെ പുരോഗതിക്ക് ഭരണപ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കേണ്ട ഈ നേരത്ത് ഇത്തരം നിലപാടുകൾ ശരിയല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിട്ടിയ അവസരത്തിൽ നല്ല 4 കൊട്ടുകൊടുത്തിട്ടാണ് മുഖ്യന്റെ മടക്കം. പണ്ട് മാണിയെ വീഴ്ത്തി UDF പൊളിക്കാൻ നോക്കിയ LDF-ന്റെയും മാണിയുടെയും പദ്ധതി പൊളിച്ചതും PJ ആയിരുന്നു. പിണറായിക്ക് ആ കലിപ്പ് ഇല്ലാതിരിക്കുമോ? എതിർപ്പുള്ള ആളെ ചൂണ്ടിക്കാട്ടി പിടിക്കുന്ന നിലപാടല്ല എന്നും അഴിമതിക്കെതിരെ എന്ത് നിലപാടും വിജിലൻസിന് എടുക്കാമെന്നും ആരും ചോദ്യം ചെയ്യില്ല എന്നും തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്ത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു. കിട്ടിയ അവസരത്തിൽ ചെന്നിത്തലയ്ക്കും ഒരു കൊട്ടുകൊടുത്തു മുഖ്യമന്ത്രി. കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ പിണറായിയുടെ പ്രസംഗം എന്തായാലും പൊളിച്ചു. തിരുവനന്തപുരം കാസർഗോഡ് റെയിൽപാതയ്ക്ക് സമാന്തരമായി കുറഞ്ഞ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുന്ന പാതയ്ക്ക് തത്വത്തിൽ അംഗീകാരമായതായും തൊടുപുഴയിൽ LDF പൊതുസമ്മേളനത്തിൽ പിണറായി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.